അർജന്റ് സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റൈസിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുക. അതൊന്നായി വരുമ്പോൾ നമുക്കതിലേക്ക് വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ക്യാബേജാണ്. ഫസ്റ്റ് ക്യാബേജ് നമുക്ക് ഇട്ട് കൊടുക്കണം. ക്യാബേജ് നല്ലപോലെ ഒന്ന് വഴണ്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് ഒരു ചെറിയ രീതിയിൽ ഒന്ന് കുക്കായി കിട്ടുന്നാൽ മതി, ഒരുപാട് കുക്കാകുന്നില്ല. പിന്നെ അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് സോയ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്, അതും ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് ലാസ്റ്റ് സെർവ് ചെയ്യാൻ ടൈമിൽ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡി ആയിന് കേട്ടോ. ഒരുപാട് എഫേർട്ടൊന്നും എടുക്കാൻ, ഇത് എളുപ്പത്തിൽ നമുക്ക് സ്കൂളിലൊക്കെ നമ്മൾ മക്കൾ പോകുന്ന ടൈമിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ ഇത്ര ടേസ്റ്റുള്ളൊരു റൈസ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക.